വെൽക്കം ബാക്ക് ഗായ്സ്. ആഫ്റ്റർ ലോങ് ടൈം നമ്മൾ മീറ്റ് ചെയ്തിട്ട് കുറേ കാലമായി. കാരണം ഞാൻ ഗെയിം നിർത്തിയിട്ട് കുറച്ച് കാലമായിരുന്നു. എന്തായാലും നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് കളിച്ചിരുന്ന ഗെയിം എൻ്റെ ചാനലിലുണ്ട്. അതായത് നാലാമത്തെ മെഷീനായിരുന്നു നമ്മൾ ലാസ്റ്റായിട്ട് കളിച്ചത്. അപ്പോൾ ഡ്രൈവ് ബൈ എന്നുള്ള മെഷീനാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് നമ്മുടെ സ്വീറ്റും അതുപോലെ നമ്മുടെ സ്മോക്കും, ബിഗ് സ്മോക്കും സ്വീറ്റും അതേപോലെ റൈഡറും തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവർ ഒരു പുതിയ മെഷീൻ, അതായത് പുതിയ മെഷീൻ എന്ന് പറയുമ്പോൾ ഇത്രയും കാലമായിട്ട് ബെല്ലാസ് ഗ്യാങ്ങാണ് ഈ നാട് മൊത്തം ഭരിച്ചിരുന്നത്. അത് നമ്മുടെ ഗ്രോ സ്ട്രീറ്റ് അല്ലെങ്കിൽ ഗ്രോ ഗൈസ്, നമ്മുടെ പിള്ളേരെ നല്ല രീതിയിൽ ടോർച്ചർ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ബെല്ലാസ് ഗ്യാങ്. അപ്പോൾ അവർക്കെതിരെ ഒരു ചെറിയൊരു തിരിച്ചടി, ഒരു നല്ല രീതിയിൽ തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗ്യാങ്ങിനെ ഈ സിറ്റിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങും കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ഫൈറ്റിലേക്ക്, ഒരു ചെറിയൊരു ഗ്യാങ് വാറിലേക്ക് പോവാം. അപ്പോൾ ഗെയിമിന് മുന്നായിട്ട് ഞാനൊരു കാര്യം പറയാം. ഞാൻ കുറച്ച് കാലമായിട്ട് ഞാൻ പുറത്തായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഗെയിം കാര്യങ്ങളൊന്നും കളിക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഗെയിമും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഹയർ ഗ്രാഫിക്സ് വെർഷനാണ് നമ്മളിപ്പോൾ റൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഇനി ഗെയിമും കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ട്രീറ്റിൽ കൂടെ പോവുകയാണ്. ട്രാഫിക് കുറവാണ്. എന്താ ഈവനിങ് ടൈം ആയ കാരണം തോന്നുന്നു നല്ല രീതിയിൽ ട്രാഫിക് കുറവാണ്. അതിലൊക്കെ മുട്ടിന് വണ്ടികൾ കാണുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടീമിനെ അലക്കാനുള്ള സ്പോട്ട് എത്തി മുത്ത്. അപ്പോൾ എല്ലാവരും റെഡി ആയിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫുള്ള് മറ്റേ യൂസി ടൈപ്പ് ഗണ്ണാണ് കയ്യിലിരിക്കണേ എല്ലാവരുടെയും. പറയുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലാണ് നമുക്ക് ആ പഴയ ഒരു പ്രതാപം തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ ഈ സിറ്റിയിൽ. സിറ്റി ഇപ്പോൾ ബെല്ലാസ് ഗ്യാങ്ങിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. നമ്മൾ നേരെ ചെല്ലുകയാണ് ആ ടീമിനെ. അവിടെ കുറച്ച് ടീം ഇരിക്കുന്നുണ്ട്. അവരെ നേരെ പോയി ചാമ്പന്നെ പുള്ളിക്ക് തന്നെ പുള്ളി എന്തായാലും നല്ലൊരു അലക്ക് നമ്മൾ അലക്കി. അപ്പോൾ ഇനി അടുത്തൊരു ഡെസ്റ്റിനേഷൻ കളിക്കുന്നുണ്ട്. നേരെ ആ ടീമിനെ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് അലക്കാനുള്ള പരിപാടിയാണ്. നമ്മളും വെറുതെ ഇരിക്കുന്നില്ല, കാറിൽ നിന്ന് നമ്മളും ഡ്രൈവിംഗ് സീറ്റിലാന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരിക്കുന്നില്ല, നമ്മൾ അലക്കൽ. പിന്നെ അടുത്ത ടീം എല്ലാത്തിനും ഒരാളെ വെറുതെ വിടരുത്. പൈസ ഒക്കെ ഇരിക്കേണ്ടത് നമ്മൾ പോയി എടുക്കണം എന്നുണ്ട്. പക്ഷെ വേണ്ട, ടൈമുണ്ട്, എല്ലാത്തിനും അതിൻ്റെ ടൈമുണ്ട്. പിന്നെ ഒരു നേരെ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കണ്ട് കയറ്റിക്കൊല്ലാം നമുക്ക് ഒക്കെ കണ്ട്. ഇതാണ് സാറ്റിസ്ഫാക്ഷൻ ലെവലാണ് അതൊക്കെ. അപ്പോൾ ഒരുവിധ ടീമിനൊക്കെ അല്ലെങ്കിൽ ഡബിൾ സ്റ്റാർ വന്നു. പോലീസുകാർ എന്തായാലും നമ്മളിനി കവർ ചെയ്യും. കാരണം ഡബിൾ സ്റ്റാർ വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ബാക്കിലുണ്ടാവും പോലീസ്. അപ്പോൾ നമ്മളിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻസ്ട്രക്ഷൻ പറയണത്, നമ്മൾ പെയിൻറ്റിങ് ഷോപ്പ്, കാറ് പെയിൻറ്റ് ചെയ്യുന്ന ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ വാണ്ടഡ് ലെവൽ ഇല്ലാതാക്കാൻ പറ്റുന്ന പറയണത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. അത് എന്ത് തരം കാര്യമാണെന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിൽ കാണിക്കുന്ന റൈറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട്. കുറച്ച് ചവിട്ടി പിടിച്ച കാരണം നിർത്താൻ പറ്റില്ല. ഓക്കെ, നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ജസ്റ്റ് ക്ലോസ് ചെയ്ത് പെയിൻറ്റ് ചെയ്യണം. എന്തായാലും എനിക്ക് ഈ ഗെയിമിലെ ഗ്രാഫിക്സ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളിപ്പോൾ കയറിയത് ഇവർ കണ്ട്, അപ്പോൾ ഇവരെന്താ കണ്ണുപൊട്ടന്മാരാണോ? കാരണം നമ്മൾ കയറിയ ടീം തന്നെ പുറത്തേക്ക് വന്ന് അപ്പോൾ തന്നെ ബ്ലിങ്ക് ചെയ്ത്. ഇനി ചിലപ്പോൾ എന്തെങ്കിലും ഒരു മുട്ടില്ലാ തൊട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും വാണ്ടഡ് ലെവൽ റീക്രിയേറ്റ് ആവുമെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് നമ്മുടെ മെഷീന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് നേരെ നമ്മുടെ സ്ട്രീറ്റിലേക്ക് പോകാം, നമ്മുടെ മദർലാൻഡിലേക്ക് പോകാം. വിഷയമല്ല. ഓക്കെ, നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു ഗ്യാങ് വാർ നല്ല രീതിയിൽ കളിച്ചെന്ന് പറയണേ. അപ്പോൾ നമുക്ക് ടിപ്പായിട്ട് ബിഗ് സ്മോക്ക് ഒരു 500 രൂപ ബീർ അടിക്കാൻ തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല കാര്യം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്.